അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബുഹ്തരിയെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഓക്കെ, കലിമത്ത് ബുഹ്തുരി ഖസീറുൽ ഖാമ എന്നാണ്, നീളം കുറഞ്ഞവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അബൂ ഉബാദ അൽ വലീദ് ബിൻ ഉബൈദ് ബിൻ യഹ്യ തനൂഹി അത്തോഇ എന്നാണ് പേര്. മമ്പജിലാണ് ജനിക്കുന്നത്. ഹലബിൻ്റെയും ഖുറാസാനിൻ്റെയും ഇടക്കാണ്. 821 ജനിക്കുന്നത്. ഹിജ്റ വർഷം 206. അപ്പോൾ ഹിജ്റ വർഷം മീലാദി വർഷം 600 ഡിഫറൻ്റാണ് ഉള്ളത്. അത് ഏകദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്ന് പഠിച്ചാൽ മറ്റേത് അങ്ങനെ ഒരു ഏകദേശം വെച്ച് നമുക്ക് ഓപ്ഷനിൽ വരും, അത് കണക്ട് ചെയ്യാൻ പറ്റും. ഉപ്പ തോയിയാണ്, ഉമ്മ ഷൈബാനിയാണ്. ഷാഇറുൽ ഇമ്രാൻ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പട്ടണങ്ങളെക്കുറിച്ച്, ബിൽഡിങ്ങിനെ, കൊട്ടാരങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയ കവിയാണ്. ഇന്നഹു ബദ ആദൽ, ഈ വിഷയം മൂപ്പരാണ് തുടങ്ങുന്നത്. ഇന്ന കാന ഫി ഉറൂബത്തിൽ അസ്ലിയ മഅമ്മൻ മഖൂലൻ സുമ്മ ഖറജ ഇലാ ബഗ്ദാദ്. ഇദ്ദേഹം ബഗ്ദാദിലേക്ക് പുറപ്പെടുന്നുണ്ട്. അവിടെ വെച്ചാണ് അബൂ തമാമിനെ കണ്ടുമുട്ടുന്നത്. പിന്നീട് മൂപ്പര കൂടെയാണ്, അബൂ തമാമിനോട് കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് സാഹിത്യ ലോകം ഉണ്ടാവുന്നത്. അതുപോലെ മാലും മഅറത്തുൻ നുഅമാൻ 4000 ദിർഹം അദ്ദേഹത്തിനക്ക് വസിയത്ത് ചെയ്തു എന്ന് കാണാം. ഇയാൾ നല്ലോണം മദ്ഹ് ചെയ്യുന്ന ആളായിരുന്നു ബുഹ്തരി. ബുഹ്തരി ഷാഇറുൽ ബദാവത്തിൻ്റെയും ഹളാറത്തിൻ്റെയും ആളാണ്, ഗ്രാമീണത്തിൻ്റെയും നാഗരികതയുടെയും ആളാണ്. തൻ്റെ കാമുകിയുടെ പേര് ഹലബ് എന്നാണ്. അബ്ബാസി രാജാക്കന്മാരുടെ കൊട്ടാര കവിയാണ്. മുത്തവക്കിൽ പ്രധാനപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ 12 വർഷം. അത് കഴിഞ്ഞ മുൻതസിർ, മുസ്തഈൻ, മുഅ്തസുബിൻ, മുത്തവക്കിൽ, മുഅ്തമദ്, ഇങ്ങനെ ഒട്ടനവധി കൊട്ടാര കവികളാണ്. അബ്ബാസി ഖലീഫമാരെ ഇദ്ദേഹം മദ്ഹ് ചെയ്തിട്ടുണ്ട്. 5 ഖുലഫാനെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. അബുൽ മഅലിയോട് ചോദിച്ചു, ഈ ആരാണ്, മുത്തനബിയാണോ, അബൂ തമാമാണോ, ബുഹ്തരിയാണോ, ആരാണ് ഏറ്റവും നല്ല കവി? പറയാൻ മുത്തനബി അബൂ തമാം ഹക്കീമാനി, രണ്ടുപേരും ഹക്കീമാണ്. ഷാഇർ അൽ ബുഹ്തരി, കവി എന്ന് പറയുന്നത് അത് ബുഹ്തരിയാണ്. ഇനി നമ്മുടെ ബുഹ്തരിക്ക് വളരെ പ്രസിദ്ധമായ അസീനിയ എന്ന് പറയുന്ന ഇവാൻ കിസ്ര രാജാക്കന്മാരെ ഇവാനു കിസ്രയെ വിശേഷിപ്പിക്കുന്ന വളരെ പ്രശസ്തമായ കവിതകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ഭൂരിഭാഗവും മദ്ഹിലും വസ്ഫിലുമാണ്. ഇതൊക്കെ പോയിന്റുകളൊക്കെ വരും. ഓരോന്ന് പോയിന്റുകളും എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇപ്പോൾ സെൻറ്റൻസ് ബേസിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പിന്നെ ഷാഇറുൽ വസ്ഫ് ബുഹ്തുരിയാണ്. ഷാഇറുൽ വസ്ഫ് എന്ന് പറയുന്നത് അലൽ ഇത്ലാഖ്, അത് വസ്ഫ് എന്നറിയപ്പെടുന്ന തന്നെ ബുഹ്തുരിയാണ്, അങ്ങനെ വിശേഷിപ്പിക്കുന്ന ആളാണ്. അബൂ തമാം എന്നെ പറഞ്ഞു, അൻത വല്ലാഹി യാ ബുനയ്യ അമീറുശ്വറ മിൻ ബാദി, എനിക്ക് ശേഷം അമീറുശ്വറ എന്ന പദവി ലഭിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനത്തിലേക്കാണ് മോനെ നീ വളരുന്നത് എന്ന് പറയുന്നുണ്ട്. ബുഹ്തരിയോട് ചോദിച്ചു, നിങ്ങളാണോ അബൂ തമാമാണോ വലുത്? അന്നേരം ജയ്യിദു ഖൈറുമൻ ജയ്യിദി റദീഇ ഖൈറുമൻ റദീഇഹി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബുഹ്തരി എന്ത് ചെയ്തിട്ടുണ്ട്? വഅസ്ബഹൽ ബുഹ്തരി ആയി ബഅദ വഫാത്തി അബൂ തമാമിൻ്റെ മരണത്തിന് ശേഷം ഏറ്റവും നല്ല കവിയായിട്ട് മാറിയിട്ടുണ്ട്. അദബിലൊക്കെ ഒരു ഇമാം എന്ന നിലക്ക് പറയപ്പെടുന്ന ഒരു വലിയൊരു മഹത്വത്തിൻ്റെ ഉടമയായിട്ട് മാറിയിട്ടുണ്ട്. ഇറാഖിൽ അദ്ദേഹം മുത്തവക്കിലിൻ്റെയും ഫതഹ് ബിൻ ഹാക്കാനിൻ്റെയും കൂടെ ഹിദ്മയിലായിട്ട് അവരെ മദ്ഹ് ചെയ്ത് ജീവിച്ചു. ബുഹ്തുരിക്ക് ഒരു ഹമാസയുണ്ട്, വളരെ പ്രസിദ്ധമായ ഹമാസയാണ്. 600ഓളം കവികളെ തൊട്ട് റിവായത്ത് ചെയ്തതാണ്. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടി അബൂബക്കർ സൂലിയാണ്. ഇയാൾ പല സ്ഥലത്തും ഇങ്ങനെ മാറി മാറി താമസിച്ചിട്ടുണ്ട്. സുറാത്ത്, മറാക്കൾ അടുക്കൽ, പിന്നെ ബാദാദിൽ വസറമൻ റഅ എന്നീ സ്ഥലത്തൊക്കെ ഇദ്ദേഹം ഇങ്ങനെ മാറി മാറി അവരൊക്കെ മദ്ഹ് ചെയ്തു ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ അസൻസിയാത്തിലൊക്കെ ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇല സുറാത്ത് ബാദാദ് ഇല സുറാത്ത് വല വസറമൻ റഅ എന്നീ സ്ഥലത്തൊക്കെ ഇദ്ദേഹം ഇങ്ങനെ സന്ദർശിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രത്യേകമായ തക്വി എന്ന് പറഞ്ഞാൽ ബദാവത്തും ഉണ്ട് ഹലാറത്തും, രണ്ടും കൂടി ഒരു ഷഖ്സിയത്താണ് മൂപ്പർക്കുള്ളത്. ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയുന്ന ഇദ്ദേഹം ഒരു പിശുക്കനാണ് എന്ന് സയ്യാത്തിൽ ഞാൻ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്.
മോശപ്പെട്ട വസ്ത്രമാണ്. സ്വന്തം കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും ഒരു പിശുക്ക് കാണിക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനെക്കൊണ്ട്. ഒലിത ഫക്കീറായിട്ട് ജനിച്ചു, പക്ഷേ മരണപ്പെട്ടത് നല്ല സമ്പത്ത് നേടിയിട്ടാണ്. കവിതയിലൂടെ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. ഒരു തനച്ച അറബിയൻ ഖാലിസാണ് ഇദ്ദേഹം കേട്ടോ. ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട. കബീഹുൽ വജ്ഹി, മുഖം തൊവിൽ താണ്ടി നീണ്ട ഒരു വികൃതമായ ഒരു മുഖമാണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. അങ്ങനെ രോഗം വന്ന് 286 മരണപ്പെടുന്നത്. ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് ആൾക്കാർ നല്ല കവികളാണെന്ന് ഒരുപാട് പേര് പറയപ്പെട്ടിട്ടുണ്ട്. ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, ബുഹ്തുരി വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. ശുക്രൻ ലിസ്തിമായിക്കും നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.